കോവയ്ക്കത്തോരൻ വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വായോ, ദാ കുനുകുനാന്ന് നമ്മൾ നീളത്തിൽ കോവയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര കനം കുറയ്ക്കാമോ അത്രയും കനം കുറച്ച് കട്ട് ചെയ്താൽ അത്രയും രുചി കൂടും കേട്ടോ. 3-4 വെളുത്തുള്ളി അത് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചുവന്നുള്ളി അത് മുറിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇതിനകത്തേക്ക് ചതച്ച് ചേർക്കാനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു പച്ചമുളകും 2 ചുവന്നുള്ളിയും ഒരു 2 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി റെഡിയായി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം നമുക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു, നമ്മൾ ചുവന്നുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് കോവയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂട്ടും എല്ലാം ചേർത്തു നന്നായി വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഒന്ന് തൂകി കൊടുക്കാം കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ. അപ്പോൾ ദാ നമ്മുടെ തേങ്ങയൊക്കെ ചേർത്ത് നന്നായി ഇളക്കി നമ്മൾ യോജിപ്പിച്ചെടുത്തു. വേണമെങ്കിൽ ഈ സമയത്ത് പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, ഉപ്പ് കുറവാണെങ്കിൽ. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, തോരൻ റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കട്ടോ. ഇത് അടിപൊളി തോരനാണ്. ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം, എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക തോരൻ റെഡി.